നമസ്കാരം സുഹൃത്തുക്കളെ, എറണാകുളത്തു നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകൾ വീണ ടി എന്ന വീണ തൈക്കണ്ടി EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ ഈ കാണുന്ന ജനക്കൂട്ടം പാർട്ടിക്കാരൊന്നുമല്ല, മാധ്യമപ്പടയും അതുപോലെ തന്നെ പോലീസും ഒക്കെയാണ്. തീർച്ചയായിട്ടും അവിടെ നേരത്തെ പോലെ, അതായത് ED ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ പോലുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും ഇന്നേ ദിവസം മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകളും ഈ പേരും പറഞ്ഞുകൊണ്ട് പുറത്തു വരില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. കാരണം ഒരു തവണത്തെ അനുഭവം കൊണ്ട് തന്നെ അവർക്ക് മതിയായിരിക്കുകയാണ്. നോക്കൂ, അവരുടെ കൂടെ സഹായത്തിന് പോലും ഒരാളില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. വീണ ശരിക്കും ഭയന്ന് വിറച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ കമ്മ്യൂണിസ്റ്റുകൾ മാറിയിരുന്ന് ക്യാപ്സൂൾ ഇറക്കാൻ പോകുന്നത് EDയുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി അങ്ങോട്ട് പോയതാണ് എന്ന തരത്തിലായിരിക്കും. അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ ഹാജരാവണം എന്ന് പറഞ്ഞപ്പോൾ ആരോഗ്യസ്ഥിതി മോശമാണ്, അതിനാൽ ഹാജരാവാൻ പറ്റില്ല, സമയം നീട്ടി തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ED വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. വീണ്ടും അവർ നോട്ടീസ് അയച്ചു. അങ്ങനെ പോവാതെ പറ്റില്ല എന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഇപ്പോൾ അവിടെ ചെല്ലേണ്ടി വന്നത്. ആദ്യ സമയം തന്നെ മര്യാദയ്ക്ക് സഹകരിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയൊന്നും വഷളാവില്ലായിരുന്നു. ഇവർക്ക് നേരത്തെ പോലെ തന്നെ അവരുടെ പാർട്ടിയുടെ ഈ കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ തള്ളു ഡയലോഗും ഇട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാം നല്ല വ്യക്തമായി. ഇവരെ കൊണ്ടൊന്നും പറ്റില്ല. ചെല്ലാൻ പറഞ്ഞാൽ ചെന്നോണം. അവരെത്ര മണിക്കൂർ ചോദ്യം ചെയ്യുമ്പോൾ അത്രയും മണിക്കൂർ അവിടെ ഇരിക്കുക തന്നെ വേണം. പിണറായി വിജയൻ ആൾക്കാരിലുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇറങ്ങി EDയുടെ ഓഫീസിലേക്ക് പോകുന്നത് വീണ ടി ഒറ്റയ്ക്കാണ്. ഒരുപാട് പോലീസുകാരും ഒരുപാട് മാധ്യമപ്രവർത്തകരും അവിടെയുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് ഈങ്കുല വിളിക്കാനോ പ്രതിരോധം തീർക്കാനോ മറ്റൊരാൾ പോലും അവിടെ ഇല്ല എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇതല്ല നമ്മൾ കണ്ടത്. EDയുടെ കാർ തടയുമ്പോൾ, അവരെ ആക്രമിക്കുമ്പോൾ അതിൻ്റെ ആകാശ ദൃശ്യം എടുത്തിട്ട് BGM ചേർത്ത് കമ്മ്യൂണിസ്റ്റുകളുടെ പേജുകളിലും മറ്റും അവരെന്തൊരു ആഘോഷവും അഹങ്കാരവുമായിരുന്നു അന്നേ ദിവസം എന്ന് ഓർത്ത് നോക്കുക. അത്രയേറെ ആളുകളെ കാണിച്ചിട്ടായിരുന്നു അവർ അത് ചെയ്തത്. പക്ഷേ ഇന്ന് അങ്ങനത്തെ ദൃശ്യമല്ല അവിടെ കാണുന്നത്. ഇന്നവിടെ മൊട്ടയെറിയാൻ IPവിനും ഇല്ല, ചുടുകറ്റ എറിയാൻ ഒരു സഖാവ് പോലുമില്ല. തീർത്തും ഭയചകിതയായി തന്നെ, അതായത് സഹായിക്കാൻ തൻ്റെ കൂടെ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിലകത്തേക്ക് കയറി പോകുന്ന വീണ ടിയെയാണ് കാണുന്നത്. ഇന്നലെ മറ്റൊരു കാഴ്ച ഞാൻ കാണിച്ചിരുന്നു. കണ്ണൂരിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണൂരിൽ കോർപ്പറേഷൻ പരിധിയിൽ അനധികൃതമായിട്ട് നിർമ്മിച്ചു വെച്ച അരിവാൾ ചുറ്റിക സ്തൂപവും മറ്റുമൊക്കെ JCB വെച്ച് തകർത്തെറിയുന്നൊരു കാഴ്ച. തുടരെ തങ്ങളുടെ ചങ്ക് തകർക്കുന്ന കാഴ്ചയാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ അനിശ്ചിത നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്, ചോദ്യം ചെയ്യപ്പെടാൻ. ഒരുപക്ഷെ ഇതിനുശേഷം ED അറസ്റ്റ് ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഇനി അങ്ങനെ സംഭവിച്ചാലും ഒന്നും സംഭവിക്കില്ല. അന്നത്തെ പോലെ EDക്ക് നേരെ ആക്രമണത്തിന് മുതിരാനോ മറ്റു പ്രതിഷേധത്തിനോ ഒന്നും ഇവർ മുതിരുമെന്ന് തോന്നില്ല. ഇതിനകം തന്നെ അകത്ത് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുടെ അനുഭവമാണ് ഇവർക്കുള്ള ഏറ്റവും നല്ല പാഠം.